ശബരിമല കട്ടിലപ്പാളി സ്വർണ്ണ കവർച്ച കേസിലെ അന്വേഷണം പ്രത്യേക സംഘം അവസാനിപ്പിച്ചു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ തൊടാതെ SIT സ്ട്രിപ്പിംഗ് സോൾട്ട് ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചെടുത്തു എന്നാണ് കണ്ടെത്തൽ. സെപ്റ്റംബർ ആദ്യയാഴ്ച കുറ്റപത്രം സമർപ്പിക്കും. ജനം ബ്രേക്കിംഗ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ അറസ്റ്റിലായവർക്ക് പുറമെ രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള മറ്റാർക്കും പങ്കില്ലെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ടെന്ന തെളിവുകൾ പുറത്തു വന്നിട്ടും ഇതൊന്നും തൊടാതെയാണ് അന്വേഷണം SIT പൂർത്തിയാക്കിയിരിക്കുന്നത്. സ്ട്രിപ്പിംഗ് സാൾട്ട് ഉപയോഗിച്ച് കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്തെന്നാണ് കണ്ടെത്തൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒന്നിലധികം ഉദ്യോഗസ്ഥർ കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷികളായേക്കും. കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്തതിൻ്റെ റിപ്പോർട്ടുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ 3 ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട്. കുറ്റപത്രം സമർപ്പിക്കുന്ന തീയതി പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും. പാളി മറ്റാർക്കും കൈമാറിയിട്ടില്ലെന്നും ശാസ്ത്രീയമായ പരിശോധനയിലൂടെ വ്യക്തമായിട്ടുണ്ട്. മെർക്കുറിയും അനുബന്ധ രാസലായനികളും ചേർത്തതിലുള്ള പഠന വ്യതിയാനം പാളികൾക്കുണ്ടായി. ജംഷഡ്പൂരിലെ മെറ്റലർജിക്കൽ ലാബിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കട്ടിളപ്പാളികളിലെ സ്വർണം വേർതിരിച്ചെടുത്ത രീതി ശാസ്ത്രീയ പരിശോധനയിലൂടെ അന്വേഷണ സംഘത്തിന് ബോധ്യമായി കഴിഞ്ഞു. സ്ട്രിപ്പിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്ന പ്രത്യേക രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് പാളികളിൽ നിന്നും സ്വർണത്തിൻ്റെ മേൽപൂശുകൾ നീക്കം ചെയ്തിട്ടുള്ളത്. മുംബൈയിൽ നിന്നാണ് ഈ രാസവസ്തുക്കൾ എത്തിക്കുകയും ചെയ്തത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്ട്രിപ്പിംഗ് സാൾട്ടിൻ്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി ജംഷഡ്പൂരിലെ മെറ്റലർജിക്കൽ ലാബിലേക്ക് അയച്ചിരുന്നു. ഇതിൻ്റെ പരിശോധനാ ഫലവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഈ പരിശോധനാ ഫലം നിർണായകമാണ്. 430ഓളം പേരുടെ സാക്ഷിമൊഴിയാണ് നിലവിൽ കേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാല ശില്പപാളി കേസിലും വെവ്വേറെ കുറ്റപത്രമാകും അന്വേഷണ സംഘം സമർപ്പിക്കുക. KB ശമപ്രസാദ്, ജനം, തിരുവനന്തപുരം.